everyone, എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫും ഹിലാരിയോ സിസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോണത് ഒരു ചെറിയ പാരഗ്രാഫാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 130 ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ഫ്രണ്ട് ഗിറാൾഡ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. റെഫ്യൂജി ക്യാമ്പിൽ ജോസഫിൻ്റെ ഫ്രണ്ടായ ഗിറാൾഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. ഇവിടെ ഇവർ ചർച്ച ചെയ്യുന്നത് ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്, അതായത് നമ്മളുടെ കുട്ടികൾ, ചൈൽഡ് റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, കുട്ടികളായിട്ടുള്ള അഭയാർത്ഥികൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് ആണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് ചെറിയൊരു പാരഗ്രാഫ് റൈറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഹിന്ദികൾ നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമുക്ക് റെഫ്യൂജീസ് എന്താണെന്ന് നോക്കാം. റെഫ്യൂജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥികൾ. ഓക്കെ, അതായത് റെഫ്യൂജീസ് ആർ പീപ്പിൾ ഹു ഹാസ് ഫോഴ്സ്ഡ് ടു ലീവ് ദെയർ കൺട്രി ഡ്യൂ ടു വാർ, വയലൻസ് എക്സെട്ര. ദേ ഫൈൻഡ് സേഫ്ലി ഇൻ അതർ കൺട്രീസ്. എന്താണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്? അവരുടെ രാജ്യം വിട്ടു പോകാനായിട്ട് ഫോഴ്സ് ചെയ്ത്. എന്തുകൊണ്ടാണ് അവർ ഫോഴ്സ് ചെയ്യുന്നത്? വയലൻസും യുദ്ധങ്ങൾ കാരണം ഇവരെ ഫോഴ്സ് ചെയ്ത് ഇവരുടെ രാജ്യം വിട്ടു പോകാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ അതർ കൺട്രീസിൽ സേഫായിട്ട് വേറൊരു സ്ഥലം തേടി പോകേണ്ടി വരും. ഓക്കെ, ഇതിനാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹിൻസ് നോക്കാം. ലാക്ക് ഓഫ് ഷെൽട്ടർ, അതായത് നല്ല ഒരു താമസ സ്ഥലമില്ലായ്മ. ഹങ്കർ ആൻഡ് മാൽ ന്യൂട്രീഷൻ, വിശപ്പും എന്താ പറയുക, നല്ല ഭക്ഷണം കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കിട്ടാതിരിക്കുക. അതേപോലെ തന്നെ ലോസ് ഓഫ് ഫാമിലി, കുടുംബമില്ലായ്മ. ലിമിറ്റഡ് ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യമില്ലായ്മ. പിന്നെ ഡിസ്ക്രിമിനേഷൻ, വിവേചനം. അതേപോലെ അൺസർട്ടൈൻ ഫ്യൂച്ചർ, ഭാവിയെ പറ്റിയിട്ടുള്ള ഒരു ആശങ്ക. പിന്നെ ഫോഴ്സ്ഡ് ലേബർ, അതായത് ചൈൽഡ് ലേബർ. ഓക്കെ, ഇനി നമുക്കിതിനെ പറ്റിയിട്ട് ചെറിയൊരു പാരഗ്രാഫ് എഴുതാം. ചൈൽഡ് റെഫ്യൂജീസ് ഫേസ് മെനി ഹാർഡ്ഷിപ്പ്. ചൈൽഡ് റെഫ്യൂജീസ് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ അഫക്ട് ദെയർ ലൈഫ് ആൻഡ് ഫ്യൂച്ചർ. ഇത് അവരുടെ ലൈഫും ഫ്യൂച്ചറിനെയും ലൈഫിനെയും അഫക്റ്റ് ചെയ്യും. ഭാവിയെയും അവരുടെ ജീവിതത്തെയും ഇത് അഫക്റ്റ് ചെയ്യും. മെനി ചിൽഡ്രൻ ആർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഫാമിലി. ഒരുപാട് കുട്ടികൾ അവരുടെ ഫാമിലിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി then they feel lonely and sad. പിന്നെ അവർക്ക് അവർ ഭയങ്കര ഒറ്റപ്പെട്ടതായിട്ടും അവർക്ക് ഭയങ്കര വിഷമവും ഉണ്ടാവും. ഓക്കെ, ദേ ആർ ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ ക്യാമ്പ്സ്. അവർ ക്യാമ്പുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യും. പിന്നെ അവർ ക്യാമ്പുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകും. ഇൻ ക്യാമ്പ്സ് ദെയർ ആർ സോ മെനി പീപ്പിൾ. ക്യാമ്പ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടാവും. ഇവിടെ സോ മെനി എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ക്രൗഡഡ് എന്ന് പറയാം. ഓക്കെ, ഒരുപാട് ജനങ്ങളുണ്ടാവും. ഇനി സോ ദ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാമ്പ്സ് വെയർ ലിമിറ്റഡ്. ഒരു ലിമിറ്റ് വരെ ആയിരിക്കും ഈ ക്യാമ്പിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ. ഓക്കെ, ഇനി there is lack of food. അവിടെ ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാവും. സാനിറ്റേഷൻ, വൃത്തിയില്ലായ്മയായിരിക്കും. ക്ലീൻ വാട്ടർ, അവിടെ ചില സമയങ്ങളിൽ ക്ലീൻ വാട്ടർ ആയിരിക്കത്തില്ല, അഴുക്ക വെള്ളമായിരിക്കും. അതേപോലെ തന്നെ സംടൈംസ് there are forced do works. ഓക്കെ, ചില സമയത്ത് നിർബന്ധിതരാകും ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് Okay, the educational facilities are limited.
എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചുരുങ്ങിയ നിലത്തിൽ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. എഡ്യൂക്കേഷൻ ചില സമയത്ത് കിട്ടാറുമില്ല. ഓക്കെ, ഇനി സോ ദേ ക്യാൻ ഡെവലപ്പ് ദെയർ സ്കിൽസ്. അവരുടെ കഴിവുകൾ അങ്ങനെ അവർക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയില്ല. ദേ ആൾസോ സഫർ ഫ്രം അൺഎംപ്ലോയ്മെൻറ്റ്. അവർക്ക് ജോലിയില്ലായ്മയും അവർ എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. The after effects of war and violence affect them physically and mentally. മെൻ്റലിയും ഫിസിക്കലിയും ഈ വാറും വയലൻസും അവരെ അഫക്റ്റ് ചെയ്യും. മെൻ്റലി ഫിസിക്കലി മീൻസ് മാനസികമായും ശാരീരികമായും അവരെ ഈ വാറും വയലൻസും അഫക്റ്റ് ചെയ്യും. ഇനി even after facing all these problems, in some camps the children are very supportive and helpful towards each other. എന്താണ്, എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുകയാണെങ്കിലും ഈ ചില ക്യാമ്പുകളിൽ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവും എന്താണ് ഈച്ച് അതറിൽ നല്ല പരസ്പരം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാരഗ്രാഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.